ചാക്കിനകത്ത് കൊലൊഴിപ്പിക്കാൻ വെച്ചേക്കണ. അയ്യോ, ഈ ചാക്കിനകത്ത് കപ്പ. ഉണക്കപ്പേ പുഴി. അത് പിള്ളേരെടുത്ത് നശിപ്പിച്ച് കളയുന്ന കരുതി ഞാൻ ചാക്കിനകത്താക്കി കട്ടുണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. രണാസുന കുറെ ദിവസമായി നമ്മൾ രണാസുന കണ്ടന്റുകൾ എടുത്തിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വിട്ടതാണ് എന്നുള്ളതാണ്. വേണ്ട, എല്ലാം എടുത്ത് ചെയ്യേണ്ടതൊക്കെ പോട്ടെ, എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്നുള്ള രീതിയിൽ വിട്ടതാണ്. ഇപ്പോൾ ചെയ്യാനുള്ള കാരണം റെലവന്റ് ആയിട്ടുള്ള ഒരു കാരണമുണ്ട്. ഇപ്പൊ വന്ന ഏഷ്യാനെറ്റിൽ വന്ന ഒരു സ്കിറ്റ്, അതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രണാസുന ഈ പറയും പോലെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം 45,000 പിന്നെ അത് 200 അങ്ങനെ എന്തോ ആയി. ഏതാണ്ട് 10,000-ഓളം പേര് അതിനകത്തോട്ട് ചേർന്നിട്ടുണ്ട്. ഒരുപാട് ഏതാണ്ട് ലക്ഷക്കണക്കിന് പൈസയൊക്കെ അതിന് കിട്ടി. അതൊക്കെ അവിടെ കിട്ടി. ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നത് തെറ്റാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് എന്നുള്ളത്. സബ്സ്ക്രിപ്ഷൻ ഈ പറഞ്ഞ പോലെ പല സെലിബ്രിറ്റീസും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എക്സ്ക്ലൂസീവ് കണ്ടന്റുകളാണ് കൊടുക്കുക. എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എന്താണ്, മറ്റുള്ള, അതായത് നമ്മുടെ ഈ പബ്ലിക്കിൽ ഇടാത്ത കാര്യങ്ങൾ ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തു വരുന്നവർക്ക് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. ആ എക്സ്ക്ലൂസീവ് എന്തായിരിക്കണം എന്നുള്ളത്, അവിടെയാണ് വിഷയം വരുന്നത് എന്നുള്ളതാണ്. മനസ്സിലായി? ആ എക്സ്ക്ലൂസീവ് എന്തായിരിക്കണം? തുണിയില്ലാത്തത് ഇട്ടുകൊണ്ട് ഇങ്ങനെ എക്സ്ക്ലൂസീവ് കാണിക്കാൻ വേണ്ടി പോകും. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഞാനിങ്ങനെ ഇരിക്കണം, ഇതിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പബ്ലിക്കായിട്ട് കാണാൻ പറ്റുന്ന ഒരു കണ്ടന്റാണ്. ഇതിനെ എക്സ്ക്ലൂസീവ് ആക്കുമ്പോൾ ഇതിലെ വേറൊരു ഷർട്ട്, കാരണം എനിക്ക് അവിടെ കയറിയാൽ മാത്രമേ എൻ്റെ ആ ഒരു ഫോട്ടോ കാണാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അവിടെ അതിന് അശ്ലീലത കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ അവിടെ അത് ശരീര വിൽപ്പനയിലേക്ക് മാറുമ്പോഴാണ് അവിടെ സബ്സ്ക്രിപ്ഷന് അതിന്റെ കേസിൽ എല്ലാവരും കുറ്റം പറഞ്ഞത്. കാരണം നമുക്കറിയാം, ഒരുപാട് ഇതുപോലെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കുന്നവരെല്ലാം ഇതാണ് ചെയ്യുന്നത്. അവർ വന്ന് നൈറ്റ് പിന്നീട് ആദ്യം ഉണ്ടാവും ഈ പറയുന്ന പിന്നീട് ഫോട്ടോസ് ആദ്യം ചെയ്യും, പിന്നെ അതിനുശേഷം കുറച്ച് ബോഡി പാർട്ടുകൾ കാണിച്ചുകൊണ്ട് പിന്നീട് ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്തവർ 1 മാസത്തേക്ക് എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവർക്ക് ഉദ്ദേശിച്ച് ഇതിൽ വരുന്നവരെല്ലാം ഞരമ്പന്മാരാണ്. ഇതിനകത്ത് വരുന്നവർ ഈ പറയുന്ന ഇവളുടെ അല്ലെങ്കിൽ ഇവളുടെ ശരീരഭാഗങ്ങൾ കാണാം എന്ന് കരുതി വരുന്നവരാ. അവർക്ക് കുറച്ച് ചെയ്യുമ്പോൾ അവർക്ക് ഇത് പിടിക്കത്തില്ല. അവൻ ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോകും. അപ്പൊ ഇവരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്യും, ഇവര് കുറച്ചുകൂടി ഈ പറയുന്ന ശരീര പ്രദർശനങ്ങൾ പിന്നീട് കാണിക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം പിന്നെ ലൈവ് ആവും. മനസ്സിലായോ? അതായത് ഈ പറയുന്ന ഇതിനകത്ത് തന്നെ ലൈവ്, ഈ പറയുന്ന ഈ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ലൈവ് വരുന്നു, എക്സ്ക്ലൂസീവ് ലൈവ് ഒക്കെ വരും. അവിടെയാണ് അവനെ എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതും പറഞ്ഞുകൊണ്ട് രണാസുന ഇട്ട ഒരു റീലുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ആ സ്കിറ്റിലേക്ക് പോവാം. ഹലോ ഗൈസ്, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമുക്ക് അവിടെ കാണാം. ഹലോ ഗൈസ്, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ അതൊന്നും എനിക്ക് മനസ്സിലായില്ല. അതായത് ഈ ഒരു റീലിൽ തന്നെ ആ ഒരു സാധനം ഇടുമ്പോൾ തന്നെ അവിടെ എന്തോ നീ വാ എന്ന് വേറെ എന്തോ ഉദ്ദേശിച്ചല്ലോ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാം. മനസ്സിലായോ? ഇതാണ് ഈ രണാസുന എല്ലാവർക്കും ഇട്ട് കുറ്റം പറയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നല്ല രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടും. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ പൈസ കിട്ടാതെ വരുമ്പോൾ കുറേശ്ശെ തുണികളുടെ എണ്ണം കുറയാതിരുന്നാൽ കൊള്ളാം. പിന്നെ തുണിയില്ലാതെ എന്തോ ചെയ്തു, അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി നമുക്ക് ഏഷ്യാനെറ്റിൽ വന്ന ആ ഒരു സ്കിറ്റ്, എന്ത് സാധനം, ആ സ്കിറ്റ് നമുക്കൊന്ന് കാണാം. ഓക്കെ, ഇതിന്റെ ചാക്കിനകത്ത് കൊലൊഴിപ്പിക്കാൻ വെച്ചേക്കണ. അയ്യോ, ഈ ചാക്കിനകത്ത് കപ്പ. ഉണക്കപ്പേ പുഴുങ്ങിയതാ. കപ്പയല്ല, കപ്പ്. ഇതെന്തിനാ ചാക്കിനകത്ത് കൊണ്ടു നടക്കുന്നത്? അത് പിള്ളേരെടുത്ത് നശിപ്പിച്ച് കളയുന്ന കരുതി ഞാൻ ചാക്കിനകത്താക്കി കട്ടിന്റെ അടിയിൽ സൂക്ഷിച്ചു വെച്ചേക്കുമായിരുന്നു. മനസ്സിലായോ? ഈ ചാക്കിനകത്ത് എന്ത് കൊല പഠിപ്പിക്കാൻ വെച്ചിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞ ചാക്കിനകത്ത് കൊലയല്ല, കപ്പാണ്. എന്ത് കപ്പ്? അത് എന്താണ് പിള്ളേരെടുത്ത് എന്ത് ചെയ്യണം, തുലയ്ക്കുന്നു. ഇത് ഞാൻ ചാക്കിനകത്ത് കയറ്റി കട്ടിന്റെ അടിയിൽ ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മന്ദബുദ്ധിക്ക് ഇത് സത്യം പറഞ്ഞാൽ എന്താണ്, അവരെവിടെ വിളിക്കുമ്പോൾ എന്താണ് സ്കിറ്റ് ചെയ്യുന്നത് ആൾക്കാർക്ക്. നമ്മളിപ്പോൾ ഞാനെടുത്ത് റിയാക്ട് ചെയ്യാൻ കാരണം ഈ ഒരു ചാക്കും കപ്പുമാണ്. ഈ ചാക്ക് ഇവര് ആരെയാണ് ആക്ഷേപിക്കുന്നത്? അതായത് തനിക്ക് മരിച്ചുപോയ ഭർത്താവിനോട് കാണിച്ച അവഹേളനയുണ്ട്, അല്ലെങ്കിൽ നന്ദികേടുണ്ട്. ആ സാധനമാണ് ഇവിടെ തമാശവൽക്കരിച്ചുകൊണ്ട് ഒരു സ്കിറ്റായിട്ട് ചെയ്യുന്നത്. അതിൽ താങ്കൾ തന്നെ പോയിരുന്ന് അഭിനയിക്കുകയാണ്. ഒരു ഉളുപ്പുമില്ലാതെ പോയിരുന്ന് അഭിനയിക്കുകയാണ്. മനസ്സിലാക്കി? ഇതിൽ നിന്ന് മനസ്സിലാക്കൂ, എങ്ങനെയും ക്യാഷ് ഉണ്ടാക്കുക. മനസ്സിലായോ? അതിപ്പം ഈ പറയുന്ന സുധിയെ വിറ്റായിക്കോട്ടെ, സ്വന്തം ശരീരം വിറ്റായിക്കോട്ടെ, എങ്ങനെയും. ഇത് മനസ്സിലായോ? അതായത് നമ്മളെന്ത് ചെയ്യണം, നമുക്ക് ഒത്തിരി മാന്യതയുള്ളവർ അത് വേണ്ട. എന്റെ ഭർത്താവിനെ കളിയാക്കുന്നത് പോലെ ആകും. അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, അല്ലെങ്കിൽ അന്ന് ഞാൻ ഈ ഒരു സ്കിറ്റ് കാണുമ്പോഴേ എന്താണ്,
ഈ സ്കിറ്റ് കാണുമ്പോൾ ഇവൾ അറിഞ്ഞുകൊണ്ട് ഇത് എത്രയേ ഉള്ളൂ, ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവളന്ന് പറഞ്ഞത് മൊത്തം കള്ളമാണെന്ന് മറ്റുള്ളവർക്കെല്ലാം മനസ്സിലായി എന്നുള്ളതാണ് ആ സ്കിറ്റ് പറയുന്നത്. അവൾ സമ്മതിക്കുകയാണ് എന്നുള്ളതാണ്. എന്തൊരു ജന്മമെന്തോ. അതെ, എല്ലാവരുടെയായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഒറ്റ ഒരുത്തം പോലും ഇവിടെ നിൽക്കരുത്. എല്ലാവരും പിരിഞ്ഞു പോണം. പൊക്കോ. എടാ പോകാനാണ് പറഞ്ഞത്, സമയമായെന്ന്. കൊച്ചു ഇവിടെ കിടന്ന് കറങ്ങാതെ പോ. അതിന് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അതിനു മുമ്പ് പോകാൻ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അല്ല, സാധാരണ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ അങ്ങ് പോവാറില്ല. പാട്ടൊക്കെ പാടി അവിടെ നിന്നും മെഴുകാറില്ലേ പതിവ്. സാറേ, ഇവിടെ സീരിയൽ കലോത്സവം നടന്നുകൊണ്ടിരിക്കുക. അത് മാത്രല്ല, വസീകര പോലത്തെ വേറൊരു പാട്ട് ഞാൻ പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോ പറഞ്ഞുണ്ട്, കറക്റ്റല്ലേ? സാർ അതൊന്ന് കേട്ട് നോക്കിയേ. എനിക്കത് താങ്ങാനുള്ള ആംബിയർ ഇല്ലേ? അതും ഇതും പറഞ്ഞു നിൽക്കാതെ ഇറങ്ങാൻ നോക്ക്. സമയായിന്ന്. സാറേ, സമയം എന്ന് കുറെ നേരം കൊണ്ട് സാറ് പറയണല്ലോ. മണി ഇപ്പൊ 6 ആണ് സാറേ. രാത്രി 10 മണി വരെ മൈക്ക് ഓർഡർ ഇല്ലേ? പിന്നെ എന്തിനു സാർ അവരെയൊക്കെ പറഞ്ഞു വിടണേ? എടോ, ഇത് മൈക്ക് ഓർഡറിന്റെ വിഷയമല്ല. പിന്നെ വൈകുന്നേരം 6:30 മുതൽ രാത്രി 11 മണി വരെ ഏഷ്യാനെറ്റിൽ മെഗാ ഹിറ്റ് പരമ്പരകളുടെ സമയമാണ്. ഓക്കെ, ഇതിനകത്ത് രണ്ടാമത് ഈ പറയുന്ന ഈ രണാസുന ഈ പബ്ലിക്കിൽ വന്ന് കാണിക്കുന്ന സാധനങ്ങളാണ് ഇവരൊരു എന്താണ് ഹാസ്യവൽക്കരിച്ചുകൊണ്ട് സ്കിറ്റായിട്ട് ഇടുന്നത്. എന്താണ് വസീകര ആ പാട്ടിനെ പാടി കൊന്നിട്ടുണ്ട്. അപ്പോൾ ആ എസ് ഐ എന്താ പറയുന്നത്? ഇനി അത് പാടരുത്, ഇത്രയും നമുക്കിനി സഹിക്കാൻ വയ്യ. സത്യം പറഞ്ഞാൽ ഈ ജനങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു പാട്ട് പാടി ഇത് തന്നെയാ പാട്ട്, ഇത് ഏത് പാട്ട് എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ താൻ എന്താണെന്ന് മനസ്സിലായോ? താങ്കൾ എന്താണ് സമൂഹത്തിൽ ഉള്ളത് എന്നുള്ളതാണ് കൃത്യമായിട്ട് നമ്മൾ ഒരു സ്കിറ്റ് വഴി അഭിനയിച്ച് കാണിച്ചു. ഇതിന് പൊതുവെ നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന പിന്നീട് സുനയ്ക്ക് പകരം മറ്റാരെങ്കിലും ഒരു ക്യാരക്ടറായിട്ട് എടുത്താണ് ചെയ്തത്. ഇത് താങ്കൾ അവൾ തന്നെ വരെയാണ്. എനിക്ക് കുഴപ്പമില്ല, മറ്റവർക്ക് പൈസ കൊടുക്കുന്നത് ഞാൻ തന്നെ വരാൻ റെഡിയാണ്. ഏത് രീതിയിലും മാറിയാലും പ്രശ്നമില്ല. എനിക്ക് പണം ഉണ്ടാക്കണം എന്നുള്ളത് അതൊന്നും പറഞ്ഞു. എനിക്ക് പണം ഉണ്ടാക്കണം, പണം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് രണ്ടാമത്തെ കേസ്. എനിക്ക് പണം ഉണ്ടാക്കണം. അതായത് അതുപോലെ ഇവിടെ ആക്ടിങ് എന്ന ഈ പറയുന്ന ഓവർ ആക്ടിങ് കൊണ്ട് ചെലവാക്കുന്ന ഒരു ഇതേ ഉള്ളൂ. ഓവർ ആക്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം വരും. ആ രീതിയിലുള്ള ആക്ടിങ് ആണ് ഭയങ്കര. ഞാൻ അതെവിടെ അങ്ങനെയുള്ള ഒരു ആക്ടിങ് കണ്ടല്ലോ. എവിടെയും ഓവർ ആക്ടിങ് ആണ്. ആക്ട് ചെയ്യുന്നു അത് വിട്. അപ്പോ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, സ്വന്തം ഭർത്താവിനോട് താൻ കാണിച്ച ഒരു നന്ദികേട് അല്ലെ. സ്വന്തം ഭർത്താവിന് കിട്ടിയ ട്രോഫികളെല്ലാം എടുത്ത് കട്ടിലിന്റെ അടിയിൽ ചാക്കിനകത്ത് കെട്ടിവെക്കുകയും തനിക്ക് റീസെന്റ് ആയിട്ട് കിട്ടിയ സാധനങ്ങളെല്ലാം കൊണ്ടൊന്ന് പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്ത് അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് കൊച്ചുങ്ങൾ എടുത്തില്ലാതാകാതെ എന്റെ ട്രോഫി എടുത്തില്ലാതാകുന്നത് ഞാൻ വളരെ സുരക്ഷിതമായിട്ട് ഇതാണ് അതിനെ സുരക്ഷിതമായിട്ട് ചാക്കിൽ കെട്ടി കട്ടിലിന്റെ അടിയിൽ കൊണ്ടിട്ടു എന്ന് പറയുന്ന ഒരു സാധനം അത് താൻ തന്നെ അഭിനയിച്ച് കാണിക്കുകയാണ്. അതായത് അവിടെ എന്താണ് പറയുന്നത്, അവിടെ ഈ പറയുന്ന ഭർത്താവിനെ അവിടെ എന്താണ് പറയുന്നത്, അത് അങ്ങനെയാണ് ആ ഒരു രീതിയിൽ ആക്കിയാണ്. മനസ്സിലായി, അത് തന്നെ അവഹേളിക്കുന്നതാണ്, തന്റെ നന്ദികേടാണ്. അപ്പൊ തന്നെ അവിടെ സമ്മതിക്കുകയാണ്, എനിക്ക് ഇതൊക്കെ തന്നെയാണ് തന്റെ നന്ദികേടാണ്, മനസ്സിലായി, അങ്ങനെ തന്നെയാണ് ഇട്ടത്. അത് അതിന് വിറ്റുകൊണ്ട് ക്യാഷ് മറ്റാരും ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കാം ക്യാഷ് എന്നുള്ള ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. എന്നുള്ള ലെവലിലേക്ക് അത്രയ്ക്ക് തരം താഴ്ന്നു പോയി എന്നുള്ളതാണ്. ഇപ്പം കിച്ചു അവിടെ വന്നിട്ട് ഇന്നലെ വന്നിട്ട് ഒരു പാട്ടെന്തോ പാടി എന്നെ ജീവിതം മാറ്റി മറിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ രേണു അമ്മയാണോ എന്ന് ചോദിച്ചപ്പോൾ അയ്യേ പൊടയാണ്. ഇവൻ ഇതൊക്കെ പറയുകയും ചെയ്യും, അവരെ വിളിച്ച് പൈസ ചോദിക്കുകയും ചെയ്യും. അത് വേറൊരു കേസ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ രണാസുന. ഇനി എന്തൊക്കെ കാണാൻ, അതുപോലെ സബ്സ്ക്രിപ്ഷനിൽ ആരോഗ്യം എടുത്ത് എന്താണ് കൊണ്ട് പിന്നീട് വീഡിയോ ആക്കി ഞാൻ പൈസ കൊടുത്തു കാണാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന സാധനമാണ്, അതിനെ കൊണ്ടെടുത്ത് വീഡിയോ ആക്കി എന്നൊക്കെ പറഞ്ഞ് പരാതി. ഞാൻ അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിനകത്ത് കയറുമ്പോൾ തന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇതിൽ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെ എനിക്കറിയത്തില്ല. അങ്ങനെ പറയണ ഒരു വീഡിയോ ഇങ്ങനെ ചെല്ലുമ്പോഴേ അതിനകത്ത് സബ് ചെയ്താലും ഇല്ലെങ്കിലും കാണാൻ പറ്റുന്നു എന്ന് പറയുന്നു. ആ വീഡിയോ ഇവരൊക്കെ എടുത്തിട്ടെന്ന് പറയുന്നു ഇതിനകത്തുള്ളൂ. ഇപ്പൊ ഞാൻ സബ്സ്ക്രിപ്ഷന്റെ കേസ് ഞാൻ പറഞ്ഞത് എനിക്കത് സബ്സ്ക്രിപ്ഷൻ ചെയ്തു എന്നും പറഞ്ഞത് വലിയ തെറ്റാണ്. പക്ഷെ ആ സബ്സ്ക്രിപ്ഷനകത്ത് എന്ത് എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ് കൊടുക്കുക എന്നുള്ളത് തീരുമാനിക്കുന്നത് അയാൾ തന്നെയാണ്. മനസ്സിലാകുക. എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എന്താണ്, പുറത്ത് മറ്റുള്ളവർ കാണാത്ത ഏത് കണ്ടന്റുള്ളത് എക്സ്ക്ലൂസീവ് തന്നെയാണ്. നമുക്ക് പുറത്ത് ആരും കാണുന്നില്ല. ആ എക്സ്ക്ലൂസീവ് തുണി അവച്ചുകൊണ്ടുള്ള എക്സ്ക്ലൂസീവ് ആവണോ? ഇനി ഞാൻ ലൈവിലോട്ട് വരുന്നുണ്ടോ? അതുകൊണ്ടാണ് ഈ പറയുന്ന നല്ല രീതിയിൽ പിന്നീട് എക്സ്ക്ലൂസീവ് കാണിക്കുന്നവർക്ക് നല്ല രീതിയിൽ സബ്സ്ക്രിപ്ഷൻ കിട്ടുകയും ചെയ്യും. കുറേ ഉണ്ടല്ലോ നൈറ്റ് എക്സ്ക്ലൂസീവ് 12 മണിക്ക് ശേഷം നൈറ്റ് ഞാൻ വരും, വരണേ വരണേ എന്ന് പറഞ്ഞുകൊണ്ട് തുണിയകത്ത് കാണിച്ചു കൊടുക്കും. അത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും, ഓരോരുത്തർ. ഇതൊന്നുമില്ല, ഫോട്ടോ മാത്രം ഇങ്ങനെ ഇരിക്കുക മാത്രം ഇട്ട് കഴിഞ്ഞാൽ അവർക്കാർക്കും ഇപ്പൊ പറഞ്ഞ അഹാന കൃഷ്ണനെ കാട്ടിയൊക്കെ ഏറ്റവും കൂടുതൽ എന്താണ് ഇവൾക്ക് സബ്സ്ക്രിപ്ഷൻ കൂടിയെന്ന്. കാരണം അഹാന കൃഷ്ണ അതിനകത്തൊന്നും കാണിക്കാറില്ല എന്നുള്ളതാണ്.
അതുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ ഇല്ല. ആര് കാണിക്കുന്നു അവർക്ക് സബ്സ്ക്രിപ്ഷൻ കൊടുത്തേ ഉള്ളൂ. വളരെ സിമ്പിൾ. ഈ കയറുന്നവരെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാരുമല്ല. ഈ അതിനകത്ത് കയറുന്നവരെല്ലാം ഞെരുപ്പന്മാരാണ്. ഇതിനകത്ത് താങ്കളുടെ ശരീരം കണ്ട് പ്രദർശിപ്പിക്കുക, അതിനെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് അവർ വെളിയിൽ നീ ഇനി എന്തൊക്കെ ഇട്ടാലും അതിനകത്ത് ഇട്ടാലും എത്ര വട കാണിച്ചാലും ഇതെല്ലാം എടുത്ത് വെളിയിൽ വരും എന്നുള്ളതാണ്. എനിക്ക് ഇത്രയും പറയണം. വീണ്ടും കാണാം. ജയ് ഹിന്ദ്.